ഇവൻ 3 ലക്ഷം രൂപ മുടക്കി സീവീഡ് വാങ്ങി എന്നിട്ട് വറുത്ത് കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എത്ര വറുതിട്ടും അതിന്റെ കൈപ്പരസം മാറിയില്ല. ഒടുവിൽ സ്റ്റോക്ക് തീരാറായി. നിരാശനായിരിക്കെ നിലത്ത് കിടന്ന അവസാനത്തെ ബാഗ് കണ്ട് അവൻ ഒരു വട്ടം കൂടി ശ്രമിച്ചു. ആ പായൽ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിരുന്നു. തലേന്ന് രാത്രി മഴ നനഞ്ഞ് അതിലെ അമിത ഉപ്പ് നഷ്ടപ്പെട്ടതാണ് മാറ്റത്തിന് കാരണമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ പുതിയ രീതിയിലൂടെ ഉണ്ടാക്കിയ സ്നാക്സ് ഹിറ്റായെങ്കിലും റീറ്റെയിൽ വിൽപ്പനയിൽ വലിയ ലാഭമില്ലാത്തതിനാൽ അവൻ ഒരു പ്രമുഖ സ്നാക്ക് കമ്പനിയെ സമീപിച്ചു. എന്നാൽ പാക്കറ്റിന്റെ വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞ് മാനേജർ അത് രുചിച്ചുപോലും നോക്കാതെ തള്ളി. നിരാശനാകാതെ അവൻ പാക്കേജിംഗ് റീഡിസൈൻ ചെയ്ത് വീണ്ടും ചെന്നെങ്കിലും മാനേജർ അവനെ കാണാതെ ഒഴിഞ്ഞുമാറി. മടുത്തു മടങ്ങുമ്പോൾ ലിഫ്റ്റിൽ മറന്നുവെച്ച സ്നാക്സ് ഒരു ജീവനക്കാരൻ കഴിച്ചു നോക്കുകയും രുചി കണ്ട് വിരൽ വരെ നക്കിപ്പോകുകയും ചെയ്തു. അവനിത് സഹപ്രവർത്തകർക്കും മാനേജർക്കും പങ്കിട്ടു. രുചി ഇഷ്ടപ്പെട്ട മാനേജർ അവനെ തിരികെ വിളിച്ച് 10 ലക്ഷം പാക്കറ്റുകൾക്ക് ഓർഡർ നൽകി. പക്ഷേ ഫാക്ടറി ഹെൽത്ത് ഇൻസ്പെക്ഷൻ പാസ്സാകണമെന്ന നിബന്ധന വെച്ചു. അന്ന് സ്വന്തമായി ഫാക്ടറി ഇല്ലാതിരുന്ന യുവാവ് വണ്ടി വിറ്റ പണം കൊണ്ട് നഗരപ്രാന്തത്തിൽ ഒരു ഫാക്ടറി വാടകയ്ക്കെടുത്ത് ആളുകളെ ജോലിക്ക് വെച്ചു. ഇൻസ്പെക്ഷനിൽ ഗ്ലൗസ് ഇല്ലാത്തതും സിങ്കുകൾ കാൽ കൊണ്ട് പ്രവർത്തിപ്പിക്കാത്തതും ഉൾപ്പെടെ പല കുറവുകൾ മാനേജർ കണ്ടെത്തിയെങ്കിലും അവൻ ഉടൻ തന്നെ അതെല്ലാം ശരിയാക്കി. 3 ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ ഫാക്സ് മെഷീനിലെ മഷി തീർന്നിരുന്നു. അവൻ ഓടിച്ചെന്ന് പേപ്പർ വെയിലത്ത് കാട്ടി നോക്കിയപ്പോൾ പാസ്ഡ് എന്ന് കണ്ടു. 2 ആഴ്ചയ്ക്ക് ശേഷം കരാർ ഒപ്പിട്ടു. വർഷങ്ങൾക്കപ്പുറം സ്വന്തമായി ഫാമുകളുള്ള അവന്റെ പായൽ ബിസിനസ് $15 ബില്യൺ വിറ്റുവരവിലേക്ക് വളരുകയും അവൻ ഒരു കോടീശ്വരനായി മാറുകയും ചെയ്തു.